അങ്ങനെ ഒടുവിൽ ആ ഐതിഹാസികമായ തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കേണ്ട എന്നാണ് വി.എസ്. അച്യുതാനന്ദൻ്റെ കുടുംബവും ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഭാരത സർക്കാർ നൽകുന്ന ഇത്തരം പുരസ്കാരങ്ങൾ പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർ നിരാകരിക്കുകയാണ് പതിവ്. ആ പതിവ് വി.എസിൻ്റെ കുടുംബവും തെറ്റിച്ചില്ല. മുമ്പ് സഖാവ് ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാടും അതുപോലെ ബംഗാളിൽ നിന്നുള്ള അനിഷേധ്യനായ നേതാവ് ജ്യോതി ബസുവും ഒക്കെ ഇത്തരത്തിൽ ഈ പത്മ പുരസ്കാരങ്ങൾ നിരാകരിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് വളരെ ഗൗരവപൂർവം അതിനെ നിരാകരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് മുഖം തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത്. അതിനൊക്കെ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. പാർട്ടി പറയുന്നത് ബൂർഷ്വാ സർക്കാരുകൾ ഏർപ്പെടുത്തുന്ന ഇത്തരം പുരസ്കാരങ്ങൾ വാങ്ങണ്ട എന്നാണ്. എന്നാൽ പത്മവിഭൂഷണ് ഇല്ലാത്ത ഒരു പ്രത്യേകത അമേരിക്കയിലെ ഏതോ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഒരു പിഞ്ഞാണത്തിനുണ്ട്. അത് വാങ്ങിയത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ തട്ടിക്കൂട്ടിയ ഒരു ചടങ്ങിൽ കാലൊടിഞ്ഞ ഒരു കസേരയിലിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പിഞ്ഞാണം ഏറ്റുവാങ്ങുന്ന ചിത്രം നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ തരംഗമാക്കാൻ സൈബർ പോരാളികൾ, ഇടത് വെട്ടുകിളിക്കൂട്ടം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടുപോയി. അതിൻ്റെ യാഥാർത്ഥ്യം മറനീക്കി ഉള്ളി പൊളിക്കുന്നത് പോലെ പൊളിച്ചു കാണിക്കാൻ സൈബർ ലോകത്തിന് കഴിഞ്ഞു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് കഴിഞ്ഞു. അതോടുകൂടി ആ പിഞ്ഞാണത്തിൻ്റെ മഹത്വം ചില്ലുകൊട്ടാരം തകർന്നു വീഴുന്നത് പോലെ തകർന്നു വീണു. എന്നാൽ നമ്മുടെ രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതികളിൽ രണ്ടാമത്തേതായ പത്മവിഭൂഷൺ യാതൊരു വിലയും കൊടുക്കാൻ ഈ ഇടത് മാർക്സിസ്റ്റ് വൈതാളികന്മാർ തയ്യാറല്ല. അതുകൊണ്ടുകൂടിയാണ് അവർ വി.എസിന് പത്മവിഭൂഷൺ കിട്ടിയപ്പോൾ വേണ്ടെന്ന് വയ്പ്പിച്ചത്. മറ്റൊന്നുമല്ല, അസൂയ തന്നെ കാരണം. എന്തായാലും ഇതൊക്കെ വലിയ രീതിയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ ജ്യോതി ബസുവിന് പ്രധാനമന്ത്രി പദം വെള്ളിത്തളികയിൽ വെച്ച് നീട്ടപ്പെട്ടതാണ്. എന്നാൽ അന്ന് അത് സ്വീകരിക്കാൻ പാർട്ടി അദ്ദേഹത്തെ അനുവദിച്ചില്ല. അതായത് 1996 നരസിംഹറാവു സർക്കാർ പുറത്തുപോയി പകരം ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഭൂരിപക്ഷമില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അന്ന് ജനതാ പാർട്ടിയിൽപ്പെട്ട ജനതാദളിൽപ്പെട്ട എച്ച്.ഡി. ദേവഗൗഡയാണ് പ്രധാനമന്ത്രിയായത്. അപ്പോൾ ഈ മൂന്നാം മുന്നണി, അന്ന് പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ, ഒന്ന് ഒരു വശത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയും മറുവശത്ത് ബി.ജെ.പിയുമായിരുന്നു. ഈ രണ്ടിലും പെടാത്ത ചെറിയ കുറേ പാർട്ടികൾ ഒത്തുചേർന്നാണ് ഈ ജനതാദളിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിരുന്നത്. അന്ന് അതിന് നെടും തൂണായി നിലകൊണ്ടത് CPI-M ആണ്. കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലുമുള്ള CPI-Mൻ്റെ MP-മാർ അടിയുറച്ച് ജനതാദളിനൊപ്പം നിന്നു. എന്നാൽ അന്ന് ഈ പ്രധാനമന്ത്രി പദം തേടി വന്നത് ജ്യോതി ബസുവിനെ ആണ്. പക്ഷേ ആ ചർച്ച തുടങ്ങും മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അതിനെ വരിയുടച്ചു കളഞ്ഞു. അവരുടെ നോട്ടത്തിൽ ഭൂരിപക്ഷമില്ലാത്ത, അതായത് പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കണ്ട എന്നായിരുന്നു. പിൽക്കാലത്ത് ജ്യോതി ബസു തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് മണ്ടൻ തീരുമാനം എന്നായിരുന്നു. പ്രധാനമന്ത്രി ആകാൻ കഴിയാതെ പോയതിൻ്റെ നിരാശ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രകടമായിരുന്നു. പാർട്ടിക്ക് ഒരു സുവർണാവസരം കൈവന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച മണ്ട ശിരോമണികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത് എന്ന് വ്യക്തമാണ്. ജ്യോതി ബസുവിൻ്റെ വാക്കുകൾ അതിന് അടിവരയിടുന്നു. എന്തായാലും അതുപോലെയാണ് പാർട്ടി മൊത്തത്തിൽ പെരുമാറുന്നത്. വി.എസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. പക്ഷേ വി.എസിൻ്റെ കാര്യത്തിൽ ചില പ്രത്യേകതകളുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ നമുക്കറിയാം എന്നും പാർട്ടിക്ക് വിധേയനായിട്ട് പ്രവർത്തിച്ച ആളല്ല, മറിച്ച് പാർട്ടിക്ക് അതീതമായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആ ശൈലി അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നു.
ഇന്ത്യ ചൈന യുദ്ധത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ ഭടന്മാർക്ക് രക്തം ദാനം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ട നേതാവാണ് VS. എന്നു മാത്രമല്ല, അദ്ദേഹം രക്തം കൊടുക്കാൻ സന്നദ്ധനാകുകയും ചെയ്തു. അതിന് പാർട്ടി അദ്ദേഹത്തിന് കടുത്ത ശിക്ഷയാണ് നൽകിയത്. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ അദ്ദേഹത്തിനെതിരെ വന്നു. പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ തിരിച്ചെടുത്തെങ്കിലും VS എന്നും ഒരു ഒറ്റയാനാണ് എന്ന് പാർട്ടി അന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. CPIM രൂപീകരിച്ച് 36ഓളം നേതാക്കൾ CPIയിൽ നിന്ന് വിട്ട് പുറത്തു വന്ന് CPIM രൂപീകരിച്ച ആ കഥയൊക്കെ നമുക്കറിയാം. ആ ചരിത്രമൊക്കെ ഇന്നും ലഭ്യമാണ്. അങ്ങനെ CPIM രൂപീകരിച്ച് കേരളത്തിൽ നിന്നുള്ള എനിക്ക് തോന്നുന്നു CPIM രൂപീകരിക്കാൻ മുൻകൈയെടുത്ത നേതാക്കളിൽ ഏറ്റവും അവസാനത്തെ ആള് VS ആയിരുന്നു. ആ VS കൂടി കഥാവശേഷനാകുന്നതോടുകൂടി ആ ചരിത്രം തന്നെ അവസാനിച്ചു. അങ്ങനെയുള്ള ആ VS അന്ന് തൊട്ട് കേരളത്തിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ച് പാർട്ടിയെ കെട്ടിപ്പടുത്തു. അത് വളരെ മുമ്പ് തന്നെ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ച ആളാണ് VS. അന്ന് കുട്ടനാട്ടിലെ കർഷകരെയും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് ആലപ്പുഴ ജില്ലയിൽ വലിയ വേരോട്ടമുണ്ടാക്കി കൊടുത്തു. ആ ചരിത്രമൊക്കെ ഞാൻ ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള VS CPM രൂപീകരിച്ചതിന് ശേഷം പടിപടിയായിട്ട് ഉയർന്ന പോളിറ്റ് ബ്യൂറോ വരെ എത്തി. എന്നാൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരു നിസ്സാര കാര്യത്തിന് അദ്ദേഹത്തെയും അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൻ്റെ, അദ്ദേഹത്തെയും പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെയും സസ്പെൻഡ് ചെയ്തു, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തരം താഴ്ത്തി. പിന്നീട് പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് പുനഃപ്രവേശനം കിട്ടി തിരികെ എത്തിയെങ്കിലും VS പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയില്ല. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായി തന്നെ തുടർന്നു. സ്ഥാനത്തും അസ്ഥാനത്തും VSന് മൂക്ക് കയറിടാൻ പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും തെല്ലൊന്നുമല്ല പരിശ്രമിച്ചത്. അതിനുവേണ്ടി വലിയ വിയർപ്പൊഴുക്കിയിട്ടുണ്ട്, അധ്വാനം നടത്തിയിട്ടുണ്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന് എല്ലാ കാലത്തും VS കണ്ണിലെ കരടായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. 2016 എത്തിയപ്പോൾ തിരഞ്ഞെടുപ്പിൽ VSനെയും മത്സരിപ്പിച്ചു. പക്ഷേ പാർട്ടി ജയിച്ചു വന്നപ്പോൾ VSനെ സൂത്രത്തിൽ ഒഴിവാക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. VSന് കടുത്ത അനാരോഗ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി അദ്ദേഹത്തിനെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനാക്കി ഒതുക്കിയത്. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. VSനെ മുന്നിൽ നിർത്തി പിണറായി കേരളത്തിൻ്റെ ഭരണം പിടിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. പിന്നീട് VS ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് 2021 പിണറായി ഒറ്റയ്ക്ക് നയിച്ച് പാർട്ടിയെ തുടർഭരണത്തിലെത്തിച്ചു. അതിൻ്റെ ക്രെഡിറ്റും അദ്ദേഹം അടിച്ചെടുത്തു. VS ഇന്ന് നമ്മളോടൊപ്പമില്ല. പക്ഷേ VSന്റെ സ്മരണകൾ പാർട്ടിയെ മാത്രമല്ല പാർട്ടിക്ക് പുറത്തുള്ളവർക്കും വലിയ പ്രചോദനമാണ്. VSന് എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ശരി, അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച ആളായിരുന്നു. ഏത് വിഷയത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ആംഗിളിൽ അദ്ദേഹം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള VSനാണ് ഇപ്പോൾ പത്മവിഭൂഷൺ എന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ പുരസ്കാരങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പുരസ്കാരം അദ്ദേഹത്തിനെ തേടിയെത്തിയതാണ്. പക്ഷേ പാർട്ടി അവിടെയും അത് സ്വീകരിക്കാൻ അനുവദിച്ചില്ല. ഒരു പക്ഷേ VS ജീവിച്ചിരുന്നെങ്കിൽ പാർട്ടിയുടെ ഈ തിട്ടൂരത്തെ മറികടന്നുകൊണ്ട് അത് സ്വീകരിച്ചേനെ. അദ്ദേഹത്തെ തടയാനുള്ള കരുത്ത് പാർട്ടിക്കില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് മകൻ VA അരുൺകുമാർ അങ്ങനെയല്ല. അദ്ദേഹം നിയമസഭയിലേക്ക് ഒരു സീറ്റ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ എവിടെ നിന്നെങ്കിലും അരുൺകുമാറിനെ മത്സരിപ്പിക്കണം എന്ന ഒരു ആവശ്യം പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായി ഉയർന്നിട്ടുണ്ട്. VSന്റെ ഓർമ്മകൾ പരമാവധി ചൂഷണം ചെയ്യുക, VSന്റെ സ്മരണകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നൊക്കെയാണ് പാർട്ടി ഭാഷ്യം.
എന്തായാലും അത്തരത്തിൽ വി എസിൻ്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നതോടുകൂടി തെക്കൻ ജില്ലകളിൽ അത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പാർട്ടിയെ സഹായിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടിക്ക് അനഭിമതമായ ഒരു തീരുമാനം എടുക്കണ്ട എന്ന് വി എസിൻ്റെ കുടുംബവും കരുതിയിട്ടുണ്ടാകും. അതുകൊണ്ട് കൂടിയായിരിക്കാം ഈ പത്മവിഭൂഷൺ നിരാകരിക്കാൻ വി എസിൻ്റെ കുടുംബം തയ്യാറായത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്തായാലും വി എസിന് കിട്ടിയ ഈ ഒരു മഹത്തായ പുരസ്കാരം പതിവ് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടെന്ന് വയ്പ്പിച്ചിരിക്കുകയാണ്. മുമ്പും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പാർട്ടി ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താനാണ് പാർട്ടി നേതാക്കൾ ശ്രമിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതിവ് സ്വഭാവമാണ്, സ്ഥിരം ശൈലിയാണ്. അതിൽ നിന്ന് അവർ മാറുമെന്ന് തോന്നുന്നില്ല. EMSനും ജ്യോതി ബസുവിനും ഒന്നും കൊടുക്കാത്ത ഒരു കിഴിവ് അല്ലെങ്കിൽ ഒരു സൗജന്യം വി എസിനായിട്ട് ലഭിക്കും എന്ന് കരുതിയ മാധ്യമപ്രവർത്തകരാണ് മണ്ടന്മാർ. വാസ്തവത്തിൽ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചു വി എസിന് ഈ പത്മവിഭൂഷൺ അദ്ദേഹത്തിൻ്റെ കുടുംബം സ്വീകരിക്കുമെന്നും വി എസിന് അങ്ങനെ ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റുകാരന്, കേരളത്തിൽ നിന്നുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ത്യയിൽ ഈ പരമോന്നത പുരസ്കാരങ്ങളിൽ രണ്ടാമത്തെ പുരസ്കാരം പത്മവിഭൂഷൺ ലഭിക്കുമെന്നും മാധ്യമങ്ങൾ വിലയിരുത്തിയിരുന്നു. പക്ഷേ അവരുടെ വിലയിരുത്തൽ പൊളിഞ്ഞുപോയി. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.